പലരും പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തെടുത്തു മാറ്റി. ഇല്ല, മാലിക് ഇമാം ജീവിച്ചിരിക്കുന്ന സമയമാണ്. മഹാനായ മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിലേക്ക് ആളുകൾ പോവുകയാണ്, കാര്യങ്ങൾ ധരിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മഹാനവറുകൾ പറയുകയുണ്ടായി, ആ മയ്യത്ത് കുളിപ്പിച്ച പെണ്ണിനോടൊന്ന് ചോദിക്കണേ, ആ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് അവളുടെ മനസ്സിന്റെ വികാരം എന്തായിരുന്നു? ചോദിച്ചപ്പോൾ അവൾ പറയുകയുണ്ടായി, ഈ പെണ്ണിന്റെ ഗുഹ്യഭാഗം കഴിയുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചുപോയി, ഇവൾ എത്രയോ അശ്ലീലവുമായി ബന്ധപ്പെട്ടവളായിരിക്കാം. ഒരു പെണ്ണിനെ കുറിച്ച് അപരാധം പറഞ്ഞവൾ, ഒരു പെണ്ണിനെ കുറിച്ച് ആരോപണം നടത്തിയവൾ, ഒരു പെണ്ണിനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞവളുടെ മേലുള്ള നടപടിയാണ് 80 അടി അവളെ ഹദ്ദടിക്കണേ. മഹാനായ മാലിക് റളിയല്ലാഹു തആല ഓർഡർ ഇടുകയാണ്. അങ്ങനെ ആ മയ്യത്തിനെ സാക്ഷ്യപ്പെടുത്തി 80 അടിയടിച്ചപ്പോൾ ആ കൈ അവളുടെ ഔറത്തിന്റെ ഭാഗത്ത് നിന്ന് മാറി. ഇന്നൊക്കെ നമ്മളൊക്കെ ആ ഒരു കറാമത്തുണ്ടോ? മഹാന്മാരൊക്കെ ഇരുന്ന സമയത്തുണ്ടായിരുന്ന കറാമത്താ. ഇന്നിപ്പോ അങ്ങനെയൊക്കെയാണ് കറാമത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പെണ്ണുങ്ങൾക്കൊന്നും മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റൂല. എല്ലാവന്മാരും പറയുന്ന കുറ്റം പറഞ്ഞിട്ടേ കുളിപ്പിക്കുള്ളൂ. ആരും കുളിപ്പിക്കാൻ തന്നെ പോകുന്നില്ലല്ലോ. സാലിഹീങ്ങളെന്ന് പറഞ്ഞ വാക്കാണത്. അതുകൊണ്ട് ഒരാളെ കുറിച്ചും ആരോപണം പറയരുത്, ഒരാളെ കുറിച്ചും അപരാധം പറയരുത്. ആർക്ക് എന്തായിരിക്കും അവിടെ അവസ്ഥ എന്താ നമുക്കൊന്നും അറിയില്ലല്ലോ. ഖബറിലെ ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത്, ഈ ഖബറിലെ ശിക്ഷയിൽപ്പെട്ട പരമപ്രധാനമായ ശിക്ഷ എന്ന് പറയുന്നത് നാവ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന അനിഷ്ടങ്ങളാണ്, ആവശ്യമില്ലാത്ത സംസാരങ്ങളാണ്. നാവ് കൊണ്ടുണ്ടാക്കുന്ന സംസാരം ആ നാവ് നിന്നെ നരകത്തിലേക്ക് എത്തിക്കുമെന്ന് നബിയുനാ ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി തുവഫിയ റജുലുൻ മിനസ് സ്വഹാബ. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഒരു സഹാബി വഫാത്തായപ്പോ നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ സദസ്സിലേക്ക് ഒരു സഹാബി കടന്നു വന്നിട്ട് പറയുകയാ, അബ്ശിർ ബിൽ ജന്നത്തി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലെ, അവിടുത്തെ തിരുമുത്തായ നാവ് കൊണ്ട് ഒന്ന് മൊഴിയണേ, ആ സഹാബി സ്വർഗത്തിലാണെന്ന് പറയുവോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പറയരുത്, അങ്ങനെ പറയരുത്. ഇന്നക ലാ തദ്രി, നിനക്കറിയില്ല. ഫലഅല്ലഹു അൻ യതകല്ലമ ഫീമാ ലാ യഅനി. ആ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ നാവിലൂടെ അനർത്ഥങ്ങളായ അനാവശ്യങ്ങളായ സംസാര ഭാഷകൾ ഈ ദുനിയാവിൽ വെച്ചുണ്ടായിരിക്കാം. ഒരുപക്ഷെ അങ്ങനത്തെ മോശമായ വാക്കുകളിലൂടെ അന്ത്യം മോശമാകാൻ കാരണമാകും സ്വഹാബത്തെ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത്. അവർ സ്വർഗത്തിലാണെന്ന് പറയരുത്. നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മനസ്സിലാക്കണം, നാവ് മോശമായാൽ അന്ത്യം മോശമാകും. നാവ് മോശമായ അന്ത്യം മോശമാകും. അയാളെ കുറിച്ച് ഇങ്ങനെ ആവശ്യമില്ലാത്ത വാക്കുകൾ, അനാവശ്യ വാക്കുകൾ, അറിയാത്ത വാക്കുകളൊന്നും പറയാൻ പാടില്ല.